സംഭവങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ സിംഹം തെന്മല പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അപ്പോൾ അതുവരെയായി കൊളത്തൂപ്പുഴ പോകുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഇന്നേരത്തെ വന്നിട്ടുണ്ടോ ഇവിടെ? ആദ്യമായിട്ടാട്ടോ വരുന്നത്. അമ്പലം അടച്ചു. ഇപ്പം 12 മണി ആയതോന്നല്ലേ. ഞങ്ങൾ മീനിനൊക്കെ തീറ്റ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഒരുപാട് നാളായി ഞാനൊരു വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു തെന്മലയ്ക്ക് പോകുന്ന വ്ളോഗ് എടുക്കാമെന്ന്. ചെറിയൊരു ട്രിപ്പാണ്. ഞങ്ങളിപ്പോൾ കൊളത്തൂപ്പുഴ വഴിയാണ് കേട്ടോ പോയത്. ഞങ്ങൾ ചെന്നപ്പോൾ അമ്പലമൊക്കെ അടച്ചായിരുന്നു. പക്ഷേ മീനൂട്ട് വഴിപാട് നടത്തായിരുന്നു. അവിടെ നമുക്ക് മീനിന് കൊടുക്കാൻ പറ്റിയ തീറ്റയൊക്കെ അവിടെ തന്നെ കിട്ടും. ഞങ്ങൾ ഒരുപാട് നേരമൊന്നും സ്പെൻഡ് ചെയ്തില്ല, കാരണം ഉച്ചയായിരുന്നു. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. മീനൊക്കെ എന്താ പറയുക, മീനൂട്ടൊക്കെ നടത്തി. അങ്ങനെ ഞങ്ങൾ നേരെ തെന്മലയ്ക്ക് പോയി. തെന്മലയ്ക്ക് ചെന്നപ്പം നമ്മൾ ആദ്യം ബോട്ടിങ് നടത്താമെന്നാണ് വിചാരിച്ചത്. പെഡൽ ബോട്ടൊക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പം പെഡൽ ബോട്ടില്ലായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫുള്ളിങ്ങനെ ആൾക്കാരെയും കൊണ്ട് പോകുന്ന ടൈപ്പ് ബോട്ടാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ അതിൽ കയറിയില്ല കേട്ടോ. അത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അതിൽ കയറിയില്ല. കാറ്റായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. നല്ല കാറ്റാണ്, നല്ല വെയിലും. ഇവിടെ വന്ന ഇങ്ങനത്തെ ബോട്ടേ ഉള്ളൂ. മറ്റേ പെഡൽ ബോട്ട് ഇല്ലെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ കയറിയില്ല കേട്ടോ. ഇതൊരു രസമില്ലാത്തതുകൊണ്ട് നമ്മൾ ബോട്ടിങ്ങിന് പോയില്ലെങ്കിലും അവിടെ നിൽക്കാൻ നല്ല സുഖമാണ്. കാരണം നല്ല കാറ്റാണ്. കാരണം ചേട്ടൻ ഈ കാറ്റിൻ്റെ ഇതാട്ടോ ഈ കാണിക്കുന്നത്. കാരണം നമ്മൾ ചെറുതായിട്ടൊന്ന് പറന്നു പോകുന്നതിൽ തോന്നുന്നു. നല്ല കാറ്റായിരുന്നു, അതുപോലെ നല്ല വെയിലും ഉണ്ടായിരുന്നു. ചൂട് കാറ്റാട്ടോ അടിക്കുന്നത്. ഇതിനെല്ലാം നമ്മൾ ചെറിയ ചെറിയ പാസ് എടുക്കണം. ബോട്ടിങ്ങിനും എല്ലാം ഓരോരോ ഏരിയയിലാണ് ഓരോ കാര്യങ്ങളും ഉള്ളത്. അപ്പം നമ്മളവിടെ കയറാഞ്ഞുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പം അടുത്ത ഏരിയയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ആ റിവറിൻ്റെ ആ സൈഡിലോട്ട് പോകുമ്പോൾ അവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അപ്പോൾ നിങ്ങൾ പോകുന്നവർ ഫോണൊക്കെ ഉണ്ട് പോക്കറ്റിലിട്ടിട്ട് പോകാൻ ശ്രദ്ധിക്കണം. ഞാൻ അവിടെ അതാ കുറച്ച് വ്ളോഗേ എടുത്തുള്ളൂ. നിറച്ച് കുരങ്ങന്മാരായിരുന്നു. ഇപ്പം നമ്മൾ അടുത്ത ഏരിയയിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്നാണ് നമ്മളെല്ലാത്തിനും ഉള്ള എൻട്രി പാസ് എടുക്കുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലതാണ്. ഉച്ച സമയത്തൊക്കെ ചെല്ലിയോടെ നമ്മൾ ഒരുപാട് ടയേർഡായി പോവും. ഫുഡൊക്കെ അവിടെ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ വാഷ്റൂമും ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ എല്ലാ സെറ്റപ്പും ചെയ്ത് വെച്ചേക്കുന്നത്. എന്നാ കാട് കയറാൻ പോയല്ലേ? കാടാണോ എന്നാന്ന് അറിയത്തില്ല. ഇവിടെ വരുന്നവർ ഇതൊക്കെ കയറാൻ പോകുമ്പോൾ വെള്ളം മേടിച്ചോണം. നല്ല ചൂടാണ്. മേലോട്ട് പോകുമ്പം 1/2 കിലോമീറ്റർ എന്തോ ഉണ്ടെന്നോ അല്ലേ നടക്കാൻ. അത്ര എന്തോ ഉണ്ട് നടക്കാൻ. ബാക്കിലൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ സിംഹം. അതായത് ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും നല്ല ചൂട്. നമ്മളങ്ങ് ക്ഷീണിച്ചു പോകും. നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് വെള്ളം വാങ്ങിക്കാതെ ആരും മല കയറാൻ വന്നേക്കില്ല. നമ്മൾ ഫസ്റ്റ് ബട്ടർഫ്ലൈ പാർക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉച്ച സമയം ഉണ്ടായെന്ന് അറിയത്തില്ല, ആരെയും കാണുന്നില്ലായിരുന്നു. ഞങ്ങൾ 4 പേരും മാത്രമേ ഉള്ളായിരുന്നു. ഫുള്ളൊരു കാട് പോലെ പിടിച്ച ഇതാകട്ടോ. നമുക്ക് ഒരു ഫുട് പാത്ത് ഉണ്ട്. നമുക്ക് അതുവരെ നടന്നു പോകുമ്പോൾ ബട്ടർഫ്ലൈസിനൊക്കെ കാണാം. പക്ഷെ നമ്മൾ ഉച്ച സമയത്തായതുകൊണ്ട് അവർ തന്നെ പറഞ്ഞായിരുന്നു കാണാൻ കുറച്ച് പാടായിരിക്കും. അവിടെ വെയിലുള്ള സമയത്ത് ഇവരൊക്കെ പോയി റെസ്റ്റ് എടുക്കുമെന്നാണ് പറയുന്നത്. മോർണിംഗ് വരുവാണ്. നിങ്ങൾക്ക് ബട്ടർഫ്ലൈസിനെ കാണണമെങ്കിൽ മോർണിംഗ് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. മോർണിംഗിലാകുമ്പോൾ ഒരുപാട് ബട്ടർഫ്ലൈസിനെ കാണാമെന്ന് അവർ തന്നെ പറഞ്ഞു. ഇപ്പം നമ്മൾ ജസ്റ്റ് നല്ല പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, നല്ല ഫ്ലവേഴ്സൊക്കെ ഉള്ള ഈ ബട്ടർഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സാണ് അവരവിടെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. എന്നാലേ ഈ ബട്ടർഫ്ലൈസ് വരത്തുള്ളൂ. അപ്പം നമുക്ക് നല്ല പ്ലാന്റ്സ് ഒക്കെ കണ്ടിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാം. ഫുട് പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ആ ഒരു വേലിങ്ങനെ അങ്ങ് നടന്ന് നമുക്ക് തിരിച്ചവിടെ തന്നെ എത്താം.
ടിക്കറ്റ് എടുത്തപ്പോഴേ പറഞ്ഞായിരുന്നു കേട്ടോ, ഈ നേരം ആയതുകൊണ്ട്. പിന്നെ മോർണിംഗ് വരുവാണല്ലേ ഉള്ളൂ കൂടുതൽ ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റും. അപ്പം ബട്ടർഫ്ലൈസ് ഒഴിച്ച് ബാക്കിയെല്ലാം കാണുന്നുണ്ട്. പിന്നെ നല്ല ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. മലയുണ്ട് ബാക്കി. പിന്നെ ഫോട്ടോ സെക്ഷൻ ഉണ്ട് ഇഷ്ടം പോലെ. നല്ല നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരുത്തൻ ആ പുഴുവിൻ്റെ വയറിൽ നിന്ന് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. സൗണ്ട് എങ്ങനെ പൊളിഞ്ഞു വേണ്ടിയാണ് ഇത്രയും പണിത് കൊടുക്കാൻ. അവിടെ നിങ്ങളുടെ തര മാത്രമല്ല ഇച്ചിരി വേണ്ടിട്ടാണ്. ഇച്ചിരി വേണ്ടി ചെറുതായിട്ട് തര പറ്റും. പുഴുവിൻ്റെ വായിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഫോട്ടോ എടുക്കുക കേട്ടോ. ഒന്നാമത്തെ കാര്യം ഉച്ച സമയമായിട്ട് ആരും ഇല്ലെന്നുണ്ട്. ഞങ്ങൾ നാലുപേരും തന്നെ ഏതോ ഒരു പാർക്കിൽ കൂടെ നടക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരും വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ വന്നത്. പിന്നെ നടക്കാൻ പറ്റിയ സ്ഥലമെന്ന് ചോദിച്ചാൽ ഈവനിങ്ങിൽ നല്ല രസമായിരിക്കും. ഈവനിങ് വോക്കൊക്കെ ചെയ്യാൻ നല്ല സ്ഥലമാണ്. ഉച്ച സമയത്ത് അത്ര വലിയ രസമൊന്നുമില്ല, നല്ല വെയിലായതുകൊണ്ട്. പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഉള്ള മരങ്ങളും പിന്നെ ഇത്രയും ബട്ടർഫ്ലൈസ് ഉള്ള സ്ഥലമാണ് ഇവിടെ. പക്ഷേ ഈ വെയിലായതുകൊണ്ടാണ് നമുക്ക് ഒന്നിനെ കാണാൻ പറ്റാത്തത് കേട്ടോ. വേണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ മൊത്തം കണ്ടിച്ചേ പോത്തുള്ളൂ അല്ലേ. ഈവനിങ്ങിലൊക്കെ വരുന്നതായിരിക്കും നല്ലത്. ഇപ്പം ചൂട് സമയമല്ലേ, എങ്കിലും കുഴപ്പമില്ല, കാറ്റൊക്കെ ഉണ്ട്. വൈകിട്ടാകുമ്പോൾ നല്ല ഒരു ഫീലായിരിക്കും. നല്ല കട്ടിയുണ്ട്. ബൊഗൻവില്ലയുടെ മുള്ളില്ലേ അത്ത തൊടുന്ന പോലെ ഉണ്ട്. ഈ പ്ലാന്റ് രസമുണ്ടല്ലോ, കണ്ടാ ഇവന്റെ പുസ്തകത്തിൽ വെക്കുന്ന പ്ലാന്റ് അങ്ങനല്ലേ? ഇതിലെ പുസ്തകത്തിൽ വെക്കാൻ വേര് വിളിക്കുന്നത്. നമ്മളങ്ങനെ നടന്ന് ഫുള്ള് ബട്ടർഫ്ലൈ പാർക്ക് ഏകദേശം എല്ലാം കവർ ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഡിയർ റീഹാബിലേഷൻ സെൻറ്ററിലോട്ടാണ് പോയത്. അവിടെ ഈ ഡിയറിൻ്റെ തന്നെ ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു പാർക്ക്. അവിടെ ജസ്റ്റ് ഊഞ്ഞാലും എവിടെ ചെന്നാലും പിന്നെ വെള്ളമൊക്കെ കിട്ടും കേട്ടോ. ചെറിയ ജ്യൂസും അതിൻ്റെയൊക്കെ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് എവിടെ ചെന്നാലും. ഇപ്പോൾ ഡിയർ റീഹാബിലേഷൻ സെൻറ്ററിൽ പോകണേലും ചെറിയൊരു എൻട്രി പാസ് ഉണ്ട്. എല്ലായിടത്തും പാർക്കിങ്ങും ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. എല്ലാവരും ക്ഷീണിച്ച് കിടക്കുമായിരുന്നു. ഫുഡൊക്കെ വരുന്ന സമയമാകുമ്പോൾ അവരെല്ലാവരും എണീറ്റ് ഓടിയൊക്കെ പോകുന്ന കണ്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ എല്ലാവരും ഒരുപോലെ എണീറ്റ് ഒരുപോലെ ഓടുന്ന പെട്ടെന്നായിരുന്നു. നമ്മളത് വീഡിയോ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. അവർക്ക് ഫുഡ് കൊണ്ടുവന്നപ്പോൾ അവരത് എണീറ്റ് ആ സമയം അവർക്കറിയാം. അപ്പോൾ അവർ എണീറ്റ് അങ്ങോട്ട് ഓടിപ്പോയതാണ്. അതുവരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഉറങ്ങിക്കിടക്കുമായിരുന്നു കേട്ടോ. അവിടെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അങ്ങനെ വേറെ ബേഡ്സോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഡിയർ തന്നെ ഉള്ള ഒരു പാർക്കാണ്.
എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എത്ര നാൾക്ക് ശേഷമാണ് ഊഞ്ഞാലിടുന്നത്? എന്തുവാ? ഓണത്തിന് കയറിയിട്ടുണ്ട് കോളേജ് വെച്ച്. ഒരുപാട് അക്വേറിയം കാണാൻ പോയിട്ടുണ്ടല്ലോ. ഈ ഒരു ഫിഷിനെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. ക്യാറ്റ് ഫിഷ് എന്നാണ് ഇതിൻ്റെ പേര്. ശരിക്കും പൂച്ചയുടെ മീശ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫിഷിനെ കാണുന്നത്. വേറെ എവിടെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ടൈപ്പ് ഫിഷിനെ. നമ്മളങ്ങനെ ചെറിയൊരു അക്വേറിയം കാണാൻ കയറി. ഇതെല്ലാം അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. എനിക്കിങ്ങനെ നമ്മൾ വാഗമണ്ണിൽ പോയൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അവിടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അടുത്തടുത്താണ്. പൈൻ ഫോറസ്റ്റും അതുപോലെ തന്നെയാണ് ഈ തെന്മലയിൽ പോയാലും ഡിയർ റിഹാബിലിറ്റേഷൻ സെൻറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ അക്വേറിയം കാണാൻ പോയി. അത് ചെറിയ ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. കുറച്ചൊന്ന് വണ്ടിയിൽ പോയാൽ മതി. എല്ലായിടത്തും പാർക്കിംഗ് ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. അങ്ങനെ അവിടെ ചെറിയൊരു രീതിയിലുള്ള സെറ്റപ്പേ ഉള്ളൂ അക്വേറിയം. വലിയ ഒരുപാട് ഫിഷോ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. പിന്നെ അതിൻ്റെ പുറത്ത് നമുക്ക് റെസ്റ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്ക് പോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് എവിടെ വേണേലും ഇരുന്ന് കാറ്റും ഉള്ളതൊക്കെ ചെയ്യാം. ഇത് കഴിഞ്ഞ് നമ്മൾ തെന്മല ഡാം കാണാനാണ് പോയത്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ പോയിന്റിലെത്തിയേക്കുവാണ്. കല്ലട ഡാം കേട്ടോ. ഇത് കാണണമെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല. ഒരുപാട് പടി കയറി മേളിൽ ചെല്ലണം. കാരണം ഇടുക്കി ഡാമൊക്കെ പോലെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് പണിത് വെച്ചേക്കുന്നത്. നമ്മൾ ന്യൂസിലൊക്കെ കാണുന്ന മുല്ലപ്പെരിയാറും ഇടുക്കിയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഈ കല്ലട ഡാമിൻ്റെ ഒരു വ്യൂ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ മേളിൽ ചെല്ലുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടും. അത്യാവശ്യം ബാക്കി ഫുള്ള് മലകളാണ്. നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ് മേളിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത്. എല്ലാവരും ഇരുന്നും നടന്നും പയ്യൊക്കെയാണ് കയറി വരുന്നത്. ഒറ്റയടിക്ക് കയറാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ല, ജസ്റ്റ് കല്ലട ഡാം ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. നമ്മളങ്ങനെ എല്ലാ സ്ഥലങ്ങളും കണ്ടു. വൈൻഡപ്പ് ചെയ്യാൻ പോകും അല്ലേ. അഡ്വഞ്ചർ പാർക്കുണ്ട്, അവിടെ മാത്രം പോയില്ല. എല്ലാത്തിനും എൻട്രി പാസ് ഉണ്ട്. ചെറിയ എമൗണ്ട് ഒക്കെ ഉള്ളൂ. പിന്നെ അഡ്വഞ്ചർ പാർക്കിന് എത്ര? എല്ലാം കൂടെ 650. നമ്മുടെ ബോട്ടിങ്ങും എല്ലാം കൂടെ അഡ്വഞ്ചർ പാർക്ക് 415. അപ്പോൾ ഇത് തെന്മല എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വരണമെങ്കിൽ വരാത്തവർ ജസ്റ്റ് വന്ന് നോക്കണം. പിള്ളേരൊക്കെ വന്നാൽ നല്ല ഇതല്ലേ. ചിൽഡ്രൻസ് പാർക്ക് പോലത്തെ ഒക്കെയുണ്ട്. നമ്മൾ ഇന്ന് കൊള്ളാവുന്ന വെയിലെല്ലാം കൊണ്ടിട്ടുണ്ട്. രണ്ടുപേരും പുറകെ റെസ്റ്റ് എടുക്കുക. 4 മണി കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നല്ല അല്ലേ, വെറുതെ വെള്ളം കുടിച്ച് നടക്കാമെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പം എന്നാ പറയാനുള്ളത്, ഒത്തിരി നാൾ കൂടി ഒരു വ്ളോഗ് എടുത്തത്. ഞങ്ങൾ രണ്ട് സ്ഥലത്തായിട്ട് ഇപ്പോഴാണ് ഒന്നിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് വെറുതെ സൺഡേ ആയിട്ട് പോയെന്നേ ഉള്ളൂ. ഞങ്ങൾ 4 പേരും കൂടെ. അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ടാറ്റ ബൈ ബൈ പറയാം. ടാറ്റ.